കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോയാൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു സക്സസ്ഫുൾ ട്രേഡർ ആവാൻ പറ്റില്ല. വെൽക്കം ടു ഡേ 11 ഓഫ് ദി ഫോറക്സ് ട്രേഡിംഗ് സീരീസ്. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിനെ പറ്റിയാണ്. മാർക്കറ്റിന് റിയാക്ട് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലുള്ള പ്രൈസ് ലെവൽസ് ആണ് സപ്പോർട്ടും റെസിസ്റ്റൻസും. ആദ്യം സപ്പോർട്ട്. ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് കണ്ടിന്യൂസ്ലി ഫോളിംഗ് ആണ്, ദെൻ പ്രൈസ് ഒരു പെർട്ടിക്കുലർ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ ബൗൺസ് ബാക്ക് ചെയ്യും. ഇതാണ് സപ്പോർട്ട്. എന്ന് വെച്ചാൽ എല്ലാ പോയിന്റ്സും സപ്പോർട്ട് അല്ല. ഒരു 2-3 തവണ സെയിം പ്രൈസ് ലെവലിൽ എത്തുമ്പോൾ തിരിച്ച് കയറുന്നുണ്ടെങ്കിൽ അത് നമുക്ക് സപ്പോർട്ടായി കൺസിഡർ ചെയ്യാം. ഇനി റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് സോൺ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സെല്ലിംഗ് സോൺ ആണ്. എന്താണോ സപ്പോർട്ട് അതിന്റെ ഡയറക്റ്റ് ഓപ്പോസിറ്റ് ആണ് റെസിസ്റ്റൻസ്. മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്ക് ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് തട്ടി താഴത്തോട്ട് വരുവാണെങ്കിൽ 2-3 തവണ ഈ ലെവലിൽ എത്തുമ്പോൾ സ്റ്റോക്ക് താഴത്തോട്ട് വരുന്നുവെങ്കിൽ അതിനെ നമുക്ക് റെസിസ്റ്റൻസ് ആയി കൺസിഡർ ചെയ്യാം. ഇതുപോലുള്ള കൂടുതൽ ഫോറക്സ് റിലേറ്റഡ് കോണ്ടന്റ്സിനായി ഡു ഫോളോ ദ പേജ്.